ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പം അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. കാരണം ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ബിരിയാണി വെക്കണം. അപ്പോൾ അതിൻ്റെ ചിക്കനൊക്കെ മാരിനേഷനൊക്കെ ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞതുപോലെ പരിപ്പ് കുത്തി കാച്ചിയതും ചതുരം പയർ മെഴുക്ക് പുരട്ടിയാണ് ഉച്ചക്കലത്തേക്ക്. അപ്പോൾ അതും റെഡിയാക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമുക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംസാരിക്കാം കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എനിക്കൊന്ന് അറിയിച്ചു തന്നോളൂ കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ അതേ എടുത്തിട്ടുണ്ട്. ഇതൊരു 1 കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ. കാരണം കുറച്ച് പേർക്കെല്ലാം ഉണ്ടാക്കണമല്ലോ. ഞങ്ങൾക്ക് 3 ട്യൂഷൻ പിള്ളേരും പിന്നെ ഞങ്ങളും. അപ്പോൾ അധികം പേർക്കൊന്നും വേണ്ട. പിന്നെ പിള്ളേരൊക്കെ പിന്നെ എന്തോരം തിന്നും. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തെ കറികളൊക്കെ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ മുന്നേ എനിക്ക് തോന്നി ചിക്കൻ മാരിനേഷൻ ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചിക്കനിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചോളൂല്ലോ എന്ന്. അപ്പം അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, നാരങ്ങ നീര്, കുറച്ച് തൈര് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യൂട്ടാ. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കുറച്ച് മാഗി ക്യൂബും കൂടി ഇട്ടു. അപ്പോൾ 1 കിലോന് 3 മാഗി ക്യൂബ് എന്നാണ് കണക്ക്. അപ്പോൾ 3 മാഗി ക്യൂബും കൂടി ഇട്ടു. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് നന്നായിട്ട് കൂടുമല്ലോ. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറഞ്ഞില്ല അല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി വേണം കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എത്ര നേരം ഇരിക്കണോ അത്രയും നല്ലതാണ്. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ അത്രയും സോഫ്റ്റ് ആവും. അപ്പോൾ ബിരിയാണിക്ക് കൂടെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ ഞാൻ കുറേ നാളത്തേക്ക് തയ്യാറാക്കി വെക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബിരിയാണി, മന്തി, എന്തെങ്കിലും ടൊമാറ്റോ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനാണ് എനിക്ക് ഭയങ്കര മടി തോന്നാറ്. അപ്പോൾ അത് ഞാൻ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേറെ പണിയൊന്നുമില്ല കേട്ടോ. അത് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ഓയിലും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത് കേടാവാണ്ടി ഇരുന്നോളും. അപ്പം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ പരിപ്പ് കുത്തി കാച്ചിത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു. അതിന് വേണ്ടി ഞാൻ സാധാരണ അലുമിനിയം ചട്ടി തന്നെയാണ് പരിപ്പ് കാച്ചാനായിട്ട് വെക്കാറ്. കുറേ പേര് പറയുന്നുണ്ട് അലുമിനിയത്തിലൊന്നും വെക്കാൻ പാടില്ല, കേടാണെന്നൊക്കെ. പക്ഷേ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടെങ്കിൽ കുഴപ്പമൊന്നും തോന്നിയില്ല. എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ അലുമിനിയം ചട്ടിയിൽ തന്നെയാണ് ഈ പരിപ്പ് കാച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, പരിപ്പ് കുത്തി കാച്ചത് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണേ, അരയ്ക്കല്ലേ, ചതച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലിടുക. പിന്നെ എന്താ വേണ്ടേ, കുറച്ച് ഇടിച്ച മുളക് ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഇടിച്ച മുളകും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാനിടും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, ഒരു വിസിലടിച്ച് വെക്കും പരിപ്പ്, അതങ്ങ് ചേർത്ത് കൊടുക്കുക. എത്രയ്ക്ക് പരിപാടിയുള്ളൂ. പരിപ്പ് കുത്തി കാച്ചത് റെഡി. ഈ ചതുരം പയറിൻ്റെ മെഴുക്ക് പുരട്ടി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പരിപ്പ് വേവിക്കാൻ വെക്കലും ചതുരം പയർ മെഴുക്ക് പുരട്ടിലും ഒരുമിച്ചാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പരിപ്പിൻ്റെ വിസിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഓൾറെഡി മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി, പരിപ്പ് കുത്തി കാച്ചത് റെഡിയായി, പിന്നെ ഉപ്പൊക്കെ പാകത്തിനിട്ട് റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം റെഡി ആയിട്ടാണ്. പിന്നെ കൈയോടെ തന്നെ ഞാൻ എടുത്ത മസാല ബോക്സും ഒക്കെ അതാത് സ്ഥാനത്ത് വെച്ചിട്ട് കുക്കറൊക്കെ കഴുകി വയ്ക്കാനായിട്ട് പോവാണ്. കാരണം നമ്മൾ ബിരിയാണി വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും. അപ്പോൾ കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്നതൊക്കെ ഞാനത് കാരണം ഇപ്പോൾ കൈയോടെ തന്നെ കഴുകാണ് കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പും ഒന്ന് വൃത്തിയാക്കിയിടും. കാര്യം ബിരിയാണി വയ്ക്കാനായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ ജോലിയും കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് അഴുക്കാവും. പിന്നെ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് കൈയോടെ തന്നെ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സുഖം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകിയൊക്കെ വെക്കൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നി സവാളയൊക്കെ ഒന്ന് വറുത്ത് വെക്കാമെന്ന്. അപ്പം സവാള വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് ഈ സവാള വറുത്ത വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ബിരിയാണി എൻ്റെ ട്യൂഷൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്രിസ്മസിനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം അവർക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ തലശ്ശേരി ബിരിയാണി ആണോയെന്ന് ചോദിച്ചാൽ അതല്ല, ഹൈദരാബാദി ആണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ കഴിക്കാൻ വലിയ തിരക്കേടില്ല എന്ന് പിള്ളേർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറ്റണ പോലെയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം. ക്രിസ്മസൊക്കെ ആയിട്ട് ഞാൻ ട്യൂഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ
സെലിബ്രേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ. അങ്ങനെ ഞാനൊരു ട്യൂഷൻ ടീച്ചറായി. അപ്പോൾ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് എൻ്റെ ട്യൂഷൻ. അപ്പോൾ പിന്നെ അരി 20 മിനിറ്റ് ഇനി വെള്ളത്തിൽ കിടക്കണം, നന്നായിട്ട് കുതിരണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു ഹെയർ പാക്ക് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൻ്റെ ഫ്ലാക്സീഡ് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ജെല്ലെടുത്ത് മാറ്റിയതിൻ്റെ ശേഷമുള്ള ഫ്ലാക്സീഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലാക്സീഡും കുതിർത്തുലുവിയും എല്ലാതും കൂടിയിട്ട് ഞാനൊരു ജാറിലിട്ടു. അതിലേക്ക് ഒരു ചെറുപഴവും കുറച്ച് ചോറും മുട്ട ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മുട്ട ഇട്ടേനെ. അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് അരച്ചു. നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിടക്കാനായിട്ട് ഭയങ്കര നല്ലതാട്ടോ ഈ പാക്ക്. അപ്പോൾ ഈ ഫ്ലാക്സീഡിന് പകരം ഈ ജെല്ല് ഒഴിച്ചാലും മതി, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ തോന്നി അങ്ങനത്തെ ഒരു ഹെയർ പാക്ക് തന്നെ ഇടാനും. ആദ്യം നമ്മുടെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ ഹെയറും നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടും ഉണ്ടാവും കേട്ടോ. അത് പറയാൻ തന്നെ വേണമല്ലോ. കാര്യം എൻ്റെ മുടി ഞാൻ ശ്രദ്ധിക്കാണ്ടായിപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു പോയി, ഭയങ്കര തിന്നായതായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് ഇങ്ങനെ അത്യാവശ്യം വലിയ തിരക്കേടില്ലാണ്ടായിട്ട് വരുന്നുണ്ട്. ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണ്ടേ. അപ്പോൾ സെൽഫ് കെയറും ഒരു സെൽഫ് ലവൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരും കൂടി സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. നമ്മുടെ സൗന്ദര്യം ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, എന്തായാലും നമ്മളത് ശ്രദ്ധിക്കാൻ തന്നെ വേണം. നമ്മൾ എല്ലാവരും നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പ്ലസ് നമ്മുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിനുവേണ്ടി സമയം നീക്കി വെക്കണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ് മക്കളായി, ചിലപ്പോൾ മക്കളെ കെട്ടിച്ചു, ഇനിയിപ്പം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് മക്കളായാലും ശരി, നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ശരി, നമ്മൾ പക്ഷേ ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ടിപ്പ് ടോപ്പായിട്ട് നല്ല സുന്ദരികളായിട്ട് നല്ല ഐശ്വര്യമായിട്ട് നടക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചത്ത് കിടന്നാലും ചമ്മഞ്ഞ് തന്നെ കിടക്കണം. അപ്പം നമുക്കത് ഫോളോ ചെയ്തൂടെ? അങ്ങനെ എൻ്റെ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് തലയിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സവാള, നമ്മൾ വറുത്ത വെളിച്ചെണ്ണയില്ലേ, അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്കും ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നമ്മളെപ്പോഴും സൺഫ്ലവർ ഓയിലാണ്, നമുക്ക് ബിരിയാണി മന്തി അതിനൊക്കെ വയ്ക്കാൻ സൺഫ്ലവർ ഓയിലാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ പ്രിഫർ ചെയ്യില്ല, പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിക്കണമെന്ന് മാത്രം. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ മസാലകളാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, അതൊക്കെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒരു പകുതി ഒരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഈ മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തോരം വഴറ്റണു എന്നുള്ളതിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വഴറ്റി കഴിഞ്ഞാൽ മതിരിപ്പ് വരും കേട്ടോ, സവാള ആയതുകൊണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ വഴറ്റാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് വറുത്ത സവാളയും ഒക്കെ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഒരു ഹറിബറി ആവുമല്ലോ. സവാള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന ടൈമാണ്. പൊടികൾ ഞാനിതിൽ ചേർക്കുന്നത് വീഡിയോയിൽ പെട്ടില്ല കേട്ടോ. ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ നമ്മുടെ ബിരിയാണി മസാലയിൽ ഇടാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഇത് മാത്രമാണ് ഞാൻ ചേർക്കാറുള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാനിപ്പോൾ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്കിതിൽ നല്ല ഡ്രൈ ആയിട്ടാണ് മസാല ഇരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ തക്കാളി നന്നായിട്ട് വേവുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിടി വറുത്ത സവാള, പുതിനയില, മല്ലിയില, കുറച്ച് തൈര്, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒന്നാണ് തൈരും വറുത്ത സവാളയും. അങ്ങനെ ചേർക്കാത്തവരുണ്ടെങ്കിൽ ചേർത്ത് നോക്കിയോളൂ കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടണ കാണാം. ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും.
നല്ല രീതിയിൽ ചിക്കൻ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറവാണെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം. നമുക്കിത് വേറെ ചിക്കൻ വറുക്കണ പരിപാടികളൊന്നുമില്ല, നേരെ ഇങ്ങനെ വേവിക്കലാണ് ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ അതിലും കൂടി കുറച്ച് നേരം കിടന്ന് വെന്തോളും. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വേവൊക്കെ പാകമാവും കേട്ടോ. അപ്പം പിന്നെ ഇതിനിടയിൽ ഉപ്പിടാൻ മറന്നു പോകരുത്. മസാലയ്ക്ക് നമ്മുടെ ബിരിയാണി മസാലയിൽ ഉപ്പൊക്കെ ഇടുക. പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണം കാരണം ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം കാരണം വലിയ കുറവൊന്നും വരില്ല. പിന്നെ അവസാനം പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് എപ്പോഴും ആദ്യം കുറച്ചിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂട്ടിയിടാം. ആദ്യമേ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോവും. അങ്ങനെ ചിക്കനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ ബിരിയാണി ചെമ്പ് വെച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ വീണ്ടും പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ അരി നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് വാർത്ത് വെക്കണേ. അപ്പം നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം അരി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഈ ചൂടാക്കണതിനേക്കാളും മുന്നേ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കണ ടൈമിൽ തന്നെ സവാള അരിഞ്ഞിട്ടാൽ നല്ലതാണ്. അപ്പം സവാളൻ്റെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ കാരണം ഞാൻ സവാള ഇട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ സവാള ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതിപ്പോൾ അരി ചൂടാക്കണ കാരണമാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയണത്. ഇപ്പോൾ അരി നിങ്ങൾ ചൂടാക്കണില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ പച്ചവെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അരി നേരത്തെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കേട്ട കാരണം ഞാനപ്പോൾ ഇതൊന്നും അരി ചൂടാക്കിയിട്ടെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും കൂടി എന്ന് തോന്നണം. അത് കാരണം അയ്യോ കൂടിപ്പോയില്ലോ എന്നൊരു തോന്നണം. അപ്പോഴേ നമ്മുടെ ബിരിയാണിയുടെ റൈസിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി വെക്കാൻ കൈമ റൈസാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതാണെങ്കിൽ വറ്റിച്ചെടുക്കാൻ സുഖമാണ്, വേവ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് വേറെ നോക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ നേരെ നന്നായിട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തിളയ്ക്കണം. നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ അത് സിമ്മാക്കിയിടണം. സിമ്മാക്കി ഇട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് അതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ വറ്റണം. വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഫുൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് വേവിൽ നമുക്ക് അരി കിട്ടും കേട്ടോ. പിന്നെ ഈ വെള്ളം നമ്മൾ വറ്റുന്നേക്കാളൊക്കെ മുന്നേ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഈ അരി കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ സൂത്രങ്ങളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടും കേട്ടോ. എനിക്കാണെങ്കിൽ ബിരിയാണികളിൽ വെറൈറ്റി പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസും കണ്ട് അത് പരീക്ഷിച്ച് ചിലപ്പോൾ അത് രസവും ചിലപ്പോൾ അത് ഫ്ലോപ്പാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കണേ. ഇത് വലിയ തരക്കേടില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്രിസ്മസൊക്കെ അല്ലേ വരണേ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് വറ്റണേക്കാളും മുന്നേ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ടേസ്റ്റ് നമുക്കൊരു എൻഹാൻസ് ചെയ്ത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബിരിയാണിയിൽ അരിയും കൂടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ചിക്കനും വെന്തു, അരിയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ദമ്മിടാനായിട്ടുള്ള പാത്രത്തിൽ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഈ മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ മസാല പകുതി ഇട്ട് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ മല്ലിയില, പുതിനയില, വറുത്ത സവാള ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മുടെ ചിക്കൻ മസാല, അരി, മല്ലിയില, പുതിനയില ഇതേ ഓർഡറിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോ ഫ്ലെയിമിൽ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ദമ്മ് ചെയ്യാം. അടിയിൽ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കാരണം ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെയുള്ള കാരണം നമ്മുടെ കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അതോർത്തിട്ട് പേടിക്കൊന്നും വേണ്ട, പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് കിട്ടും. അങ്ങനെ എൻ്റെ ബിരിയാണി പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. എൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു. എൻ്റെ ട്യൂഷൻ മക്കളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബിരിയാണിയുടെ കോമ്പിനേഷൻ പപ്പടും സർലാസും ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അല്ലേ, അല്ലെങ്കിൽ അവർക്ക് എരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അവർക്ക് മുന്തിരി വൈനും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. മക്കളൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്രിസ്മസിന് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അങ്ങനെ നമ്മൾ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് അവർ നല്ല അഭിപ്രായം പറയുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് ഇനി കിട്ടാനില്ലാത്തൊരു പവർ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.